രാവിലെ മുതൽ വൈകുന്നേരം വരെ അടുക്കളയിൽ മാത്രം ജോലി ചെയ്യുന്ന, നമ്മളതിനെ എന്നും എതിർത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം പ്രവാചക പത്നിമാരാരും രാവിലെ മുതൽ വൈകുന്നേരം വരെ അടുക്കളയിൽ ജോലി മാത്രം ചെയ്തിരുന്നവരായിരുന്നില്ല. അവരുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അടുക്കളയിൽ ജോലി ചെയ്യേണ്ടതല്ല, അതിൻ്റെ സമയമൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്ത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുന്നവരാണ്. മക്കളെ നോക്കാനുണ്ട്. ഞാൻ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട്, സ്ത്രീകൾക്കെങ്ങാനും നമ്മൾ കൂലി കൊടുക്കാൻ വേണ്ടി പുറപ്പെട്ടാൽ ചുരുങ്ങിയത് മാസത്തിൽ 50,000 രൂപയെങ്കിലും വീട്ടിലെ ഓരോ സ്ത്രീകൾക്കും കൊടുക്കേണ്ടി വരുന്നു. അത്ര ഭാരിച്ച പണിയാണ് അവരെടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾക്ക് എന്നോട് ചെറിയ രീതിയിലൊരു അരിശൊന്നൊന്നും പറയാൻ കഴിയില്ല. ഞാൻ എപ്പോഴും ആണുങ്ങളുടെ ബിസിനസ്സിൽ പെണ്ണുങ്ങൾക്കും ചെറിയ പാർട്ട്ണർഷിപ്പ് കൊടുക്കണമെന്ന് പറയുന്ന ഒരാളാണ്. കാരണം അടുക്കളയിൽ മാത്രം ജോലി ചെയ്ത് ഒന്നുമില്ലാതെ ജീവിതം എന്തായി എന്ന് ചോദിച്ചാൽ ടോട്ടൽ ഒരു ഖാതിമയായി മാറുന്ന സ്ത്രീകൾക്ക് അതിലേക്ക് കണക്കൊന്നും നോക്കാൻ വരുന്നില്ല എങ്കിൽ പോലും സത്യത്തിൽ 1% അവർക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ പാർട്ട്ണർഷിപ്പ് കൊടുത്താൽ അത് അവർക്കൊരു സന്തോഷമായിരിക്കും എന്നും പറയുന്ന ഒരാളാണ്. ഇങ്ങനെയൊക്കെ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ഞാൻ മാത്രമല്ല പലരും. എന്നിട്ടും നമ്മൾ ചില സമയത്ത് ഇങ്ങനെ അച്ചടക്ക രാഹിത്യം ഉണ്ടാകാറുണ്ട്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. കാരണം ഒരു പൊതുവേ ഒരു ഹ്യൂമൻ സൈക്കോളജിയിൽ വുമൺ സൈക്കോളജി എന്ന് പറയുന്നത് വേറെ സൈക്കോളജിയാണ്. സൈക്കോളജി പഠിച്ച ആൾക്കാർക്ക് ഈ കൂട്ടത്തിലുണ്ടാവും. വുമൺ സൈക്കോളജി എപ്പോഴും ഇങ്ങനെ ആളുകളോട് സംസാരിക്കാൻ പ്രിയങ്കരിയായ ഒരാളാണ്. അതുകൊണ്ട് അടുത്തുള്ളവരോട് ഇങ്ങനെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കും. അവരുടെ ധാരണ ഞങ്ങൾ പറഞ്ഞപ്പോൾ ആരും കേൾക്കുന്നൊന്നുമില്ലല്ലോ എന്നുള്ളതാണ്. അങ്ങനെ എല്ലാവരും കൂടിയാണ്ട് വിചാരിച്ചാൽ പിന്നെ ആ സദസ്സ് അലങ്കോലമാക്കും. പണ്ടൊരു രാജാവ് പറഞ്ഞു, എല്ലാവരും ഓരോ ഗ്ലാസ് പാല് എനിക്ക് കൊണ്ടുവന്ന് ചെമ്പിലൊഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ആയിക്കോട്ടെ, രാജാവിൻ്റെ ഒരു ആജ്ഞയല്ലേ, ഞങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ എല്ലാവരും ഒന്നൊഴിച്ചു. പക്ഷെ ഒരാൾ വിചാരിച്ചു, എല്ലാവരും പാലൊഴിക്കുമ്പോൾ ഞാൻ പച്ചവെള്ളം കൊണ്ടുപോയി ഒഴിച്ചാലും ഇപ്പോൾ രാജാവ് അറിയാനൊന്നും പോണില്ല. അതുകൊണ്ട് അയാൾ വിചാരിച്ചു പച്ചവെള്ളം ഒഴിക്കാം, കാരണം അയാൾക്ക് പാല് കിട്ടാനില്ല. ഏതായാലും അദ്ദേഹം വന്ന് പച്ചവെള്ളം ഒഴിച്ചു. അവസാനം ലാസ്റ്റ് എല്ലാവരുടെ മുമ്പെന്ന് രാജാവ് ചെമ്പ് തുറന്നപ്പോൾ പച്ചവെള്ളത്തിൻ്റെ ചെമ്പാണ്. കാരണം എല്ലാവരും ചിന്തിച്ചത് ഞാനൊരു ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ചാൽ ആരും അറിയില്ലല്ലോ എന്നുള്ളതാണ്. അതുകൊണ്ടൊരു സ്ത്രീക്ക് തോന്നിപ്പോകും ഞാൻ സംസാരിച്ചാൽ അതാരും അറിയില്ലല്ലോ എന്നൊക്കെ. പക്ഷേ അത് ഈ വെള്ളമൊഴിച്ച പോലെ എല്ലാവരും അങ്ങനെ ആയാൽ ഒരു അലങ്കോലവും. കാരണം ഒരു കുടുംബസംഗമം സംഘടിപ്പിക്കാൻ ഇപ്പം മടത്തിപ്പാറ, ഞാൻ ആദ്യം വിചാരിച്ചത് മഠം എന്നതാണ്. പഴയ വരണ്യ രീതിയിലുള്ള ഒരു തറവാട് മഹിമ പറയുന്നതാണ് മഠം. അപ്പോൾ ഞാൻ ഇവിടെ കാരണവരോട് ചോദിച്ചു, പ്രിയപ്പെട്ട മുൻ SI സാർ ഇബ്രാഹിം സാഹിബിനോട് ചോദിച്ചു, മഠത്തിൽ പാറയാണോ അവിടെ മടത്തിപ്പാറയാണോ? അത് പറഞ്ഞു മടത്തിപ്പാറ തന്നെയാണോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മടത്തിപ്പാറ കുടുംബസംഗമം ഇവിടെ സംഘടിപ്പിക്കാൻ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പ്രയാസം ചില്ലറൊന്നുമല്ല കേട്ടോ. കാരണം ഞാൻ എൻ്റെ കുടുംബസംഗമം സംഘടിപ്പിച്ച ഒരാളാണ്, അതിൻ്റെ ജനറൽ കൺവീനിയർ. അയാൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ പണി ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് തന്നെ നല്ല പ്രയാസമാണ് ഒരു കുടുംബസംഗമം കൂട്ടാൻ. കാരണം നമുക്കറിയാം, ഒരു മകളുടെ വിവാഹം കഴിക്കണമെങ്കിൽ വരെ ഫോൺ വിളിച്ചു പറഞ്ഞാൽ എല്ലാവരും വരും. പക്ഷെ കുടുംബസംഗമത്തിൽ ഫോൺ വിളിച്ചാലൊന്നും ആൾക്കാർ എത്തൂല. മട്ടൽമ ചവിട്ടിയ മാതിരിയാണ്. ഒരാളെടുത്ത് പോകുമ്പോൾ പൊന്തിക്കുണ്ടാവും, പിന്നെ അത് പോയിട്ട് താത്തണം, പിന്നെ അവിടെ പൊന്തും, അങ്ങനെയാണ്. പിന്നെ ചില പെണ്ണുങ്ങൾ, നിങ്ങളുണ്ടാവില്ല കേട്ടോ, മടത്തിപ്പാറയിലുണ്ടാവില്ല, അന്ന് രാവിലെ ചോദിക്കും, നിങ്ങൾ പോയാൽ പോരെ, ഞങ്ങൾ മടത്തിപ്പാറ ഒന്നും അല്ലല്ലോ. അങ്ങനെ ചോദിക്കുന്ന ആ പെണ്ണുങ്ങളും ഉണ്ടാവും. ഇങ്ങനെ എല്ലാം കൂടി സഹിച്ചിട്ടാണ് സത്യത്തിൽ എവിടെ എത്തുന്നത്, നമ്മളിവിടെ ഇരിക്കുന്നത്. കാരണം അവർ മരുമക്കളായിരിക്കും, അവർ മടത്തിപ്പാറാവില്ല. അവർ ചിലപ്പോൾ കാരോത്തുമടിയോ വേറെ എന്തെങ്കിലും ഇനീഷ്യലായിരിക്കും. അപ്പം ഏതായിരുന്നാലും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ഇവിടെ നമ്മൾ കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് അല്പസമയത്ത് സംസാരം ഉണ്ടാവുള്ളൂ. അതിൽ കുടുംബത്തിന് വേണ്ടപ്പെട്ട ഒരുപാട് സ്പീച്ചസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പലരുടെയും വളരെ അത്യാവശ്യമെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഇവിടെ പ്രിയപ്പെട്ട യുവാക്കളും കാരണവന്മാരും ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളൊക്കെ നല്ല ഹാറ്റൊക്കെ, നല്ല രീതിയിൽ നല്ല തൊപ്പിയൊക്കെ ഇട്ടിട്ട്, കാരണം കുടുംബസംഗമത്തിന് സാധാരണ പോകുമ്പോൾ ഇങ്ങനൊന്നും വല്ലാണ്ട് കാണാറില്ല. കുടുംബസംഗമം അങ്ങനെ നടക്കുന്നുണ്ടാവും. ഇത് മടത്തിപ്പാറ കുടുംബസംഗമത്തിൻ്റെ ക്യാപ്പ് ധരിച്ചുകൊണ്ടാണ് എന്താക്കുന്നത് നമ്മളുള്ളത്. ക്യാപ്പും ഹാറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നാലും
ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ കൂടിയിട്ടുള്ള ഈ ഒരു വല്ലാത്ത പ്രൗഢമായ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ പിന്നിൽ ഈ വീഡിയോ നിങ്ങൾ റെക്കോർഡാക്കുന്നുണ്ടാകാം, ലൈവില്ലെന്നാണ് കേട്ടത്. ഗൾഫിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ കുടുംബത്തിലെ ഒരുപാട് ആളുകളുടെ ത്യാഗങ്ങളുണ്ടാവും. അവരുടെ സമ്പത്തൊക്കെ കൊണ്ടായിരിക്കും ഇന്ന് നമ്മൾ ചിലപ്പോൾ ഉച്ചക്ക് ഭക്ഷണം പോലും കഴിക്കുന്നത്. അവരെന്നതിൽ പങ്കെടുക്കുന്നില്ല പല ആൾക്കാരും. ചില ആൾക്കാർ ഗൾഫിൽ നിന്ന് ഇതിനു വേണ്ടി മാത്രം വന്ന ആൾക്കാരും ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടാവും. ഇപ്പൊ ടിക്കറ്റ് റേറ്റ് ഒക്കെ വളരെ കൂടുതലാണ്. ഇങ്ങോട്ട് വെക്കേഷൻ ആയതുകൊണ്ട് വളരെ കൂടുതലാണ്. ഞാനൊരു 4-5 ദിവസം മുമ്പ് വന്നത് 30,000 രൂപയ്ക്കൊക്കെ മേലെ കൊടുത്തിട്ടാണ്. ഭയങ്കര ചാർജാണ് ഇപ്പോൾ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ കുറച്ച് കുറവുണ്ടാവും, പക്ഷേ അത് വെക്കേഷൻ കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെയും കൂടും. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന അങ്ങനെ ഒരുപാട് ത്യാഗങ്ങളുടെ കഥ പറയാനുണ്ട് നമ്മുടെ ഈ കുടുംബ സംഗമത്തിൽ. അതിൽ ഗൾഫുകാർ, പ്രവാസികളായ ആൾക്കാരുണ്ട്. ഈ പ്രായം ചെന്ന് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ, അവർക്ക് വയ്യാഞ്ഞിട്ടും വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കേണ്ടുന്ന സമയത്തും നമുക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് ഒരുപാട് വീടുകളൊക്കെ സന്ദർശിച്ച് അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ ഇപ്പതാ ഇവിടെ നമ്മളിങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് നിങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടിയൊക്കെ ഓടിപ്പാഞ്ഞ് നടക്കുന്ന കുറേ ചെറുപ്പക്കാർ, വിദ്യാർത്ഥികളൊക്കെ താഴെ അല്ലെങ്കിൽ മേലെ എവിടെയാണ് അതിൻ്റെ ഹാളുള്ളത്, ഭക്ഷണ ഹാള്, അവിടെ കിടന്ന് പായുന്നുണ്ടാവും. അവിടെ ത്യാഗം നമ്മളാരും അറിയുന്നില്ല. അവരൊരു പക്ഷേ ഈ പ്രസംഗം തന്നെ കേൾക്കുന്നില്ല, ഇവിടെ എന്തൊക്കെ നടക്കുന്നതെന്നേ അറിയുന്നില്ല. നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ത്യാഗത്തോട് കൂടിയിട്ട് ഓടി നടക്കുകയാണ് അവിടെ. ഇങ്ങനെ ഒരുപാട് ആളുകളുടെ പ്രയാസങ്ങൾ. പിന്നെ നിങ്ങൾ ഈ ദിവസം തിരഞ്ഞെടുത്ത് എനിക്ക് തോന്നുന്നത് ഈ വാവുമായി ബന്ധപ്പെട്ടുള്ള ദിവസമായിരിക്കും. സ്കൂളൊക്കെ ഒഴിവുണ്ട്, അതുകൊണ്ട് കുട്ടികൾക്ക് ഇന്ന് കളിച്ചുല്ലസിക്കേണ്ടുന്ന ദിവസം നിങ്ങളിവിടെ അച്ചടക്കത്തോടു കൂടി കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയാണ്. അവരുടെ ത്യാഗം അത് വേറെയുണ്ട്. അവരിന്ന് കുളത്തിൽ പോകേണ്ട ആളാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് സ്നേഹത്തോടെ കുടുംബത്തിന് വേണ്ടി വന്നിരിക്കുന്ന മുഴുവൻ ആളുകളോട് എന്തിനാണ് നമ്മളൊരു കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നത്? അവിടെ ആദരവ് നടന്നിട്ടുണ്ടാവും. ഇവിടെ പരസ്പര ആളുകളെ ആദരിക്കുന്ന ചടങ്ങുണ്ട്. അതേമാതിരി തന്നെ ഫസ്റ്റ് എയ്ഡ് ഡെമോൺസ്ട്രേഷൻ, അത് വളരെ വേണ്ടപ്പെട്ട ഒന്നാണ്. പെട്ടെന്നൊരാൾക്ക് അത്യാഹിതം വന്നു കഴിഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായ വിശദീകരണങ്ങൾ. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ വലിയ കാര്യത്തിലേക്ക് എത്തും. നാളെ വളരെ രസകരമായൊരു വീഡിയോ കണ്ടിരുന്നു. ഞാൻ അന്നാണ് മനസ്സിലാക്കുന്നത് ഈ മനുഷ്യന്മാർക്ക് ചെയ്യുന്നത് പോലെ തന്നെ മൃഗങ്ങൾക്കും ചെയ്യാന്നുള്ളത്. നിങ്ങളും കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ഒരു മാന് വെള്ളത്തിൽ മുങ്ങിയിട്ട് ആ മാനിനെടുത്തിട്ടൊരു മനുഷ്യൻ ഈ ഫസ്റ്റ് എയ്ഡ് ചെയ്തു കൊടുക്കുന്ന രസകരമായൊരു വീഡിയോ വന്നിരുന്നു. അപ്പം മൃഗങ്ങൾക്ക് പോലും ചെയ്തു കൊടുക്കാവുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ. അപ്പം അതിൻ്റെ സെഷനൊക്കെ വരാനിരിക്കുന്നു. ഇപ്പോൾ കുടുംബസംഗമത്തിൽ ഇതിൽ വ്യത്യസ്തമായ സംഘടനക്കാരായിരിക്കും, വ്യത്യസ്തമായ രാഷ്ട്രീയക്കാരായിരിക്കും, വ്യത്യസ്ത ചിന്താഗതിക്കാരായിരിക്കും. അവരെല്ലാവരുമാണ് ഒരുമിച്ച് കൂടുന്നത്. അതുകൊണ്ട് വൈരുദ്ധ്യാത്മകതയുടെ ഒരു ചിന്തും ഇന്ന് നമ്മുടെ ഇടയിൽ ഉണ്ടാകരുത്. നമ്മൾ കുടുംബത്തിന് വേണ്ടി ഒന്നിച്ചിരിക്കാം. വ്യത്യസ്ത സംഘടനക്കാർ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതാ നിങ്ങളുടെ വീഡിയോയിലൂടെ ഉറക്കെ പറയുന്നു, ഞാൻ ഒരു സംഘടനയുമായിട്ടും ബന്ധമില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെ ബന്ധം നിലനിർത്തുന്നു. ഒരു സംഘടനയിലും മെമ്പറല്ല, ഒരു സംഘടനയിലും എക്സിക്യൂട്ടീവ് മെമ്പറോ സാധാരണ മെമ്പറോ ലീഡറോ ഒന്നുമല്ല. ഞാൻ സ്വതന്ത്രമായി വക്കാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സംഘടനാപരമായ സങ്കുചിതത്വങ്ങളെ നമ്മുടെ കുടുംബ സംഗമത്തിലേക്ക് നമ്മൾ കൊണ്ടുവരരുത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള സംഘടനയുമായി മുന്നോട്ട് പോകാം. അവരവരുടെ ബോധ്യങ്ങളാണ് അവരവരുടെ സംഘടന. ഒരാളിപ്പോൾ ഇന്നയിലാണെങ്കിൽ അയാൾക്ക് ബോധ്യപ്പെട്ടത് അതാണ്, മറ്റൊരാൾ അപ്പുറത്താണെങ്കിൽ അയാൾക്ക് ബോധ്യപ്പെട്ടത് അതാണ്. വ്യത്യസ്ത രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ട ആൾക്കാരുണ്ടാവും. ഫോർ എക്സാമ്പിൾ കോൺഗ്രസ്, ലീഗ്, മാർക്സിസ്റ്റ്, അങ്ങനെ വ്യത്യസ്തമായ ചിന്താധാരകളുള്ള ആൾക്കാരുണ്ട്. അതൊന്നും ഇങ്ങോട്ട് വലിച്ചടച്ച് കൊണ്ടുവരരുത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കുടുംബം ഒരു റൂഫിന്റെ താഴെ ഒന്നിച്ചിരിക്കാൻ, അതിൽ വ്യത്യസ്ത ചിന്താഗതിക്കാരെല്ലാവരും ഉണ്ടാകും. ആ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള നെഞ്ചൂക്ക്, അതിൻ്റെ ഒരു ചിന്താധാര നമുക്കെല്ലാവർക്കും ഉണ്ടാവുക എന്നതാണ്. അങ്ങനെ മനസ്സ് തുറന്നുകൊണ്ട് കുടുംബത്തിന് വേണ്ടി ഇരിക്കുന്ന, ഒരു പക്ഷേ ഇവിടെ സംസാരിക്കുന്നവരെക്കാളൊക്കെ നന്നായിട്ട് ഇടപെടുന്ന സംസാരിക്കുന്ന സംഘാടനമുള്ള ആളുകളൊക്കെ അപ്പുറത്തിരിക്കുന്നുണ്ടാവും. കുടുംബത്തിൽ നിന്ന് കാരണവന്മാരെവിടെ ഇരിക്കൂ? കാരണം വലിയ വലിയ ആൾക്കാരൊക്കെ ഈ കൂട്ടത്തിലുണ്ടാകും. നന്നായിട്ട് സമൂഹത്തിൽ ഇടപെടുന്ന ആൾക്കാരുണ്ടാകും. കുടുംബത്തെ മാനിച്ചുകൊണ്ട് ഇന്ന് അവർ താഴെ ഇരിക്കുകയാണ്. സത്യത്തിൽ അവരൊക്കെ ഇന്ന് ഇവിടെ കയറിയിരിക്കേണ്ടവരാണ്. ഇന്ന് കാരണവന്മാരിരിക്കട്ടെ, അതാണ് നമ്മൾ കുടുംബത്തിൽ. കാരണം പഴമക്കാർക്ക് അതിൻ്റെ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് ഇന്ന് പഴമക്കാർക്ക് ആർക്കും കണ്ടുകൂടാ. സത്യത്തിൽ പഴയതിനാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വിലയുള്ളത്. ഇന്ന് ലേറ്റസ്റ്റ് ഇറങ്ങിയ ബെൻസിനേക്കാൾ ഒരു പക്ഷേ വിലയുണ്ടാവുക ഏകദേശം 60 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ബെൻസിനായിരിക്കും. അങ്ങനെയാണല്ലോ. ഇന്ന് നമ്മൾ ധരിക്കുന്ന റാഡോയേക്കാൾ വേറെ ആരോ ധരിച്ച് വർഷങ്ങൾക്ക് മുമ്പേ
മാറ്റിവെച്ചതിന് കൂടുതൽ എന്തുണ്ടാവും? പ്രാധാന്യം ഉണ്ടാവും. ഇന്നത്തെ ജേഴ്സിയേക്കാൾ ഒരു പക്ഷേ മറഡോണ ധരിച്ചിട്ടുള്ള ഏതോ വർഷങ്ങൾക്ക് മുമ്പ് 1986 ലോകകപ്പ് കളിക്കുന്ന സമയത്തിട്ട് ജേഴ്സിക്ക് ഇതിലേറെ വാല്യൂ ഉണ്ടാവും. അപ്പൊ പഴമയുടെ ചിന്താഗതി എന്ന് പറയുന്നത് പുതിയ രീതിയിലുള്ളതിനേക്കാളൊക്കെ പ്രാധാന്യമുള്ളതാണ്. ഞാൻ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, എന്നാൽ ഇത് ഇങ്ങനെ ഒന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ നമ്മൾ ട്രിനിറ്റി കോളേജ് കാണാൻ വേണ്ടി പോയി. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ പഴയ ക്യാമ്പസാണ് ട്രിനിറ്റി. കാംബ്രിഡ്ജിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. കാംബ്രിഡ്ജിന്റെ ഉള്ളിൽ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന കോളേജാണ്. അവിടെയാണ് സർ ഐസക് ന്യൂട്ടൻ അടക്കം പഠിച്ചിട്ടുള്ളത്. നെഹ്റു അവിടെയാണ് പഠിച്ചിട്ടുള്ളത്. അല്ലാമ ഇക്ബാൽ അവിടെയാണ് പഠിച്ചിട്ടുള്ളത്. ട്രിനിറ്റിയിലാണ് ഇവരൊക്കെ പഠിച്ചത്. അപ്പൊ അതേ ട്രിനിറ്റി എന്ന് പറയുന്ന ആ കോളേജ് 150 കൊല്ലം മുമ്പാണ് പെയിന്റ് അടിച്ചത്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഗൈഡ് എന്നോട് പറഞ്ഞതാ, 150 വർഷം മുമ്പാണ് അതിന് പെയിന്റ് അടിച്ചത്. ആ പെയിന്റ് അടിയെ സ്ട്രാറ്റജിക്കൽ ബ്ലണ്ടർ എന്നാണ് അവർ വിളിക്കുക. ആ പെയിന്റിങ് ഇല്ലായിരുന്നുവെങ്കിൽ 350 കൊല്ലം പഴക്കമുള്ള ബിൽഡിംഗ് ആയിട്ട് നിൽക്കുമായിരുന്നു. കാരണം 200 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്തായി, അല്ലെങ്കിൽ 150 മറ്റോ കൊല്ലം കഴിഞ്ഞപ്പോൾ അവർ പെയിന്റ് അടിച്ചു. അതോട് കൂടിയിട്ട് അത് പുതിയതായി എന്നതാണ് അവരുടെ കോൺസെപ്റ്റ്. ഇപ്പോൾ ലണ്ടനിലൊക്കെ പോയ ആൾക്കാർ ധാരാളം ഈ കൂട്ടത്തിലുണ്ടാകും, പഠിച്ചവരൊക്കെ ഉണ്ടാവും. അവിടെ 2 ജനൽക്കള്ളി 3 ആക്കാൻ പറ്റില്ല നമുക്ക്. ലണ്ടൻ സിറ്റിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീടാണ്, സ്വന്തം വീടാണ്, നമുക്ക് ഇഷ്ടമുള്ളത് മാറ്റാന്ന് വിചാരിച്ചാൽ നടക്കൂല. നമ്മൾ വിചാരിക്കുകയാണ് 2 കള്ളി ജനവാതിലാണ്, അങ്ങനെ അത് 3 കള്ളിയാക്കണം, 3 ആക്കണം എന്ന് വിചാരിച്ചാൽ നടക്കൂല. കാരണം പഴമ നിലനിർത്താൻ വേണ്ടി അവർ ഒരുപാട് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം പഴയതിന് കൂടുതൽ വാല്യൂ ഉണ്ട്. പഴയ ആളുകൾക്ക് കൂടുതൽ എന്തുണ്ട്? വിലയുണ്ട്. അതുകൊണ്ട് നമ്മളിൽ പ്രായം കൂടിയ ആൾക്കാർക്ക് നമ്മൾ ആ ഒരു പ്രാധാന്യം കൊടുക്കുക തന്നെ വേണം. അപ്പൊ നമ്മുടെ കുടുംബ സംവിധാനം വരുന്നത് പഴമയിൽ നിന്നാണ്, പഴയവരെ ആദരിച്ചുകൊണ്ടാണ്. ഇവരെക്കാൾ വാല്യൂ ഉണ്ട് മരിച്ചുപോയവർക്ക്, അതിനേക്കാൾ വാല്യൂ ഉണ്ട് അതിനു മുമ്പേ മരിച്ചുപോയവർക്ക്. കാരണം അവരുടെ അത്ര ത്യാഗങ്ങളൊന്നും നമ്മൾ സഹിച്ചിട്ടുണ്ടാകില്ല. അവർ പട്ടിണി കിടന്നിട്ടാണ് നമ്മളെ വളർത്തിയിട്ടുള്ളത്. ഒരു പക്ഷേ ഇവരോടും കഥ ചോദിച്ചാൽ പണ്ട് ലാഞ്ചിക്ക് പോയ കഥക്ക് ഇവർ പറഞ്ഞുതരും. 1970 ആരെങ്കിലുമൊക്കെ ഒരാളെങ്കിലും ഈ കൂട്ടത്തിലുണ്ടാവും. ലാഞ്ചിക്ക് കയറിപ്പോയത്, പട്ടിണി കിടന്നത്, കോർഫുക്കാനിലെത്തിയത്, കാലിക്കറ്റ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചത്, അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ജോലിയുമില്ലാതെ അലഞ്ഞത്, അവിടെ പോയിട്ട് പാസ്പോർട്ട് ഉണ്ടാക്കിയത്, അന്ന് ബഹ്റൈൻ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഇന്ത്യയുടെ രൂപയായിരുന്നു ചെലവഴിച്ചിരുന്നത് എന്നത് കുറേ കഥകളൊക്കെ ഇവർ പറഞ്ഞു തരും. വീണ്ടും അതൊക്കെ തിരിച്ചു വരാൻ പോവാണ്. ഇന്ത്യയുടെ ട്രാൻസാക്ഷൻ UAE വരാൻ പോവാണ്. നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ. ഇന്ത്യയുടെ രൂപ മതി ഇനി UAE എന്നുള്ള ലെവലിലേക്കൊക്കെ നമ്മൾ ഗൂഗിൾ പേ ഒക്കെ ഇനി അവിടെ നിന്ന് ചെയ്താൽ മതി എന്നുള്ള അവസ്ഥയിലൊക്കെ വരിക. എന്തോ ആകട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് പഴയ കാലഘട്ടത്തെ ഉണർത്തുപാട്ടായി ഉയർത്താൻ കൂടിയിട്ടാണ് നമ്മുടെ ഈ സംഗമമുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സൈക്കോളജിയിൽ സാധാരണ സൈക്കോളജി പഠിച്ചവർക്കറിയാം, ധാരാളം സന്തോഷങ്ങളെ കുറിച്ച് പറയാറുണ്ട്. മെഡിക്കൽ സയൻസിൽ ഒരുപാട് പഠിക്കാനുണ്ട്. അതിൽ ഡോപ്പോമിൻ ഉണ്ട്, അതേപോലെ തന്നെ പിന്നെ രസകരമായിട്ടുള്ള ഒരുപാട് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നതുണ്ട്. ഓക്സിറ്റോസിൻ എപ്പോഴും ഇങ്ങനെ ആളുകളായിട്ടുള്ള പരസ്പര ബന്ധത്തിൽ നമുക്ക് കിട്ടുന്നതാണ്, വേറൊന്നിൽ നിന്ന് കിട്ടൂല. ഇവിടെ വന്നിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇതുവരെ ആരോടും മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഓക്സിറ്റോസിൻ കിട്ടാനുള്ള യാതൊരു നിവൃത്തിയില്ല. ഓക്സിറ്റോസിൻ മനുഷ്യന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ടോപ്പ് റേഞ്ചാണ്. അത് ആളുകളോടൊപ്പം സഞ്ചരിക്കണം, ആളുകളുടെ കൂട്ടത്തിലിരിക്കണം, ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കണം. അതിനെ പഠിച്ച് ഞാൻ അറിയുന്ന ഒരു പയ്യന് പീഡികക്കൊലായിൽ ഇരുന്നിട്ട് വർത്തമാനം പറയുന്ന വയസ്സന്മാരെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത് വലിയ നെഗറ്റീവുകളാണ്, അല്ലേ? പീഡികക്കൊലായ്മ ഇരുന്നിട്ട് എങ്ങനെ ഇപ്പോഴും വർത്താനം പറഞ്ഞിരിക്കുന്ന 4-5 സുഹൃത്തുക്കളുണ്ടാവും. അവരെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് തെറ്റായ ധാരണയാണ്. അവർ നല്ല രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ അവിടെ ഇരുന്നോട്ടെ, അവിടെ ഇരുന്നിട്ട് ഈബത്ത് നമീമത്തൊക്കെ പറയുമ്പോഴേ പ്രശ്നമുള്ളൂ. അവർക്ക് ആയുസ് കൂടാനുള്ള സാധ്യതയുണ്ടെന്നാണ് പഠനം. കാരണം എന്താന്ന് ചോദിച്ചാൽ എപ്പോഴും ഫ്രണ്ട്സും യാത്രകളും കാര്യങ്ങളും ഉള്ളവർക്ക് സന്തോഷത്തിന്റെ ആധിക്യം കൂടും. നേരെ മറിച്ചിട്ട് പ്രായം ചെന്നിട്ട് വീട്ടിൽ മാത്രം ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആവലാതിപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അറിയാം, ഒട്ടുമിക്ക അറ്റാക്കുകളും സൈക്കോസൊമാറ്റിക് ആയിട്ട് വരുന്നു. നമ്മുടെ മനസ്സിന് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ആണുങ്ങൾക്ക് അറ്റാക്ക് കൂടുന്നത്, എന്തുകൊണ്ടാണ് പെണ്ണുങ്ങൾക്ക് അറ്റാക്ക് കുറയുന്നത് എന്നൊക്കെ പഠനങ്ങളുണ്ട്. അപ്പൊ ഈ ആണുങ്ങൾക്ക് അറ്റാക്ക് കൂടാനുള്ള കാരണം അവരിങ്ങനെ ആരോടും പറയാതെ സപ്രസ് ചെയ്ത് അവരുടെ സങ്കടങ്ങളെ ഉള്ളിൽ ഒതുക്കിയിട്ട് കഴിയുന്നത് കൊണ്ട് അത് പെട്ടെന്ന് എന്താകുന്നു, ഒരു വലിയ ഒരു ബ്ലാസ്റ്റിംഗ് പോലെ പൊട്ടിത്തെറിക്കുന്നു നമ്മുടെ ഹൃദയം എന്നതാണ്. അല്ലെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. പെണ്ണുങ്ങളായ ആളുകൾ അത് ആരോടെങ്കിലുമൊക്കെ പറഞ്ഞും കുറെ തലയിണയിൽ കിടന്ന് കരഞ്ഞും അതൊക്കെ തീർക്കുന്നത് കൊണ്ട് അവർക്കിത് വരാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ്.
ചുരുക്കി പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കൂടൽ നമുക്ക് വേണ്ടിയിട്ട് കൂടിയുള്ളതാണ്. അല്ലാതെ ഇവിടെ മഠത്തിൽ പാറ എന്ന് പറയുന്ന നമ്മുടെ കാരണവന്മാർ കുറച്ച് ആളുകളെ കൂട്ടുന്നു, അല്ലെങ്കിൽ യുവാക്കളെ കൂട്ടുന്നു, ഏതായാലും പോയി കൊടുക്കണ്ടേ എന്ന് വിചാരിച്ച് നമ്മൾ പോയി കൊടുക്കുന്നു. അതല്ല, എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ട്സ് അത് നമുക്ക് നിർബന്ധമാണ്. എപ്പോഴും സന്തോഷവാനായിരിക്കുക എന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് പദ്ധതികൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ, നമുക്കതൊക്കെ കീഴടക്കാനുള്ള ഒരു വെമ്പലുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഞാൻ ഇസ്ലാമികപരമായി നമുക്ക് ഒരുപാട് മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിലും ചില ശാസ്ത്രവശങ്ങളെക്കുറിച്ച് പറയുകയാണ്, ആയുസ്സുമായി ബന്ധപ്പെട്ടത്. അതാകാം, ആകാതിരിക്കാം. ഉദാഹരണത്തിന് നല്ല ചിട്ടയോട് കൂടിയിട്ട് ജീവിതം നയിച്ചിട്ടുള്ള ഞാൻ കണ്ടിട്ടുള്ള കുറെ ആളുകൾ, നിങ്ങൾക്കറിയാവുന്ന കുറെ ആൾക്കാരുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് പി കെ വാര്യർ സാർ, അഥവാ നമ്മുടെ കോട്ടക്കൽ ആര്യവൈദ്യശാലയിലുണ്ട പി കെ വാര്യർ സാർ. വാര്യർ സാർ 100 വയസ്സ് കഴിഞ്ഞിട്ടാണ് മരിച്ചത്. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചിട്ടയുള്ള ജീവിതം ഉണ്ടായിരുന്നു, ഭക്ഷണ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു. ഞാനൊക്കെ കോളേജിൽ കൊണ്ടുവന്നപ്പോൾ കോളേജിലെ ഉദ്ഘാടനത്തിന് വേണ്ടി സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും അദ്ദേഹം UK നിന്ന് വന്നിട്ടുള്ള ആൻഡി ഇൻസിനെ പോലുള്ള 2 പ്രൊഫസർമാരും ഉണ്ട്. അങ്ങനെ ഈ വാര്യർ സാറിനെ നമ്മൾ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇളനീര് കൊടുത്തപ്പോൾ, സാധാരണ ഇളനീര്, വാര്യർ സാർ ഇളനീര് കഴിക്കുന്നത് താഴത്തിട്ട ഇളനീരല്ല എന്നാരോ പറഞ്ഞു കേട്ടു. കാരണം താഴത്തിടുമ്പോൾ അത് കുലുങ്ങിക്കഴിഞ്ഞാൽ എന്തോ രാസവ്യത്യാസം വരുമെന്നാണ് അത്രേ അദ്ദേഹത്തിന്റെ വിശ്വാസം. അതുകൊണ്ട് കടിച്ചിറക്കലാണ് അദ്ദേഹത്തിന് എന്നും കഴിക്കാനുള്ള ഇളനീര്, കടിച്ചിറക്കലാണ്. അങ്ങനെ ഞങ്ങൾ കടിച്ചിറക്കിയിട്ട് അത് കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഞാനാ കൊടുത്തത്. അപ്പൊ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ സാർ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിങ്ങനെ കടിച്ചിറക്കിയിട്ട് ഇറക്കിയതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക്, ഞാനിപ്പോൾ ഇളനീര് കഴിക്കുന്ന സമയമല്ല എന്നാണ്. ചിട്ടയായ ജീവിതത്തിന്റെ മറ്റൊരു ഭാഗമാണ്. എന്തൊക്കെ രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങൾ ഉണ്ടെങ്കിലും, രാഷ്ട്രീയപരമായി നമുക്ക് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടെങ്കിലും, ഇന്നലെ നമ്മളോട് വിട്ടുപിരിഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ട VS അച്യുതാനന്ദൻ സാറ് 102-ാമത്തെ വയസ്സിൽ 1923 ജനിക്കുന്നു, 2025 മരിക്കുന്നു. അഥവാ 102 വയസ്സായി എന്നർത്ഥം. അദ്ദേഹത്തിന്റെ ചിട്ടയായ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. രാവിലെയും നടക്കും, വൈകുന്നേരവും നടക്കും. അതോടൊപ്പം തന്നെ ഇൻ ബിറ്റ്വീൻ അതിൻ്റെ ഇടയിൽ ഏത് ഫുഡാണ് കഴിക്കേണ്ടത് എന്ന് കൃത്യമായ കലോറി എണ്ണിയിട്ടുള്ള പരിപാടിയുണ്ട്. അദ്ദേഹത്തിന്റെ മകള് അതിൽ PhD കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ്. അവർ പറഞ്ഞു കൊടുത്തത് പ്രകാരമാണ് നടക്കുന്നത് എന്ന് കൃത്യമായി ഇന്നും ഇന്നലെയൊക്കെയായിട്ട് പത്രങ്ങളിൽ വരുന്നു. ചിട്ടയായ ജീവിതത്തിന് അതിൻ്റെതായ ചില ഭാഗധേയങ്ങളുണ്ട്. അതേപോലെ തന്നെ ഗൗരിയമ്മ 103-ാമത്തെ വയസ്സിലാണ്. ഗൗരിയമ്മയുടെ ഇന്റർവ്യൂ ഒന്ന് കണ്ടു നോക്കി. ഞാൻ ഇന്നലെയും കണ്ടു. കാരണം ഇവരുടെ ജീവിതത്തെ കുറിച്ചിട്ടൊന്ന് താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറയുന്നത്, ഞാൻ ഡെയിലി 14 മണിക്കൂർ ഉറങ്ങുന്ന, പ്രായം ചെന്ന സമയത്ത് 14 മണിക്കൂർ ഉറങ്ങും. കാരണം പ്രായം ചെല്ലുന്നിടത്തോളം ഉറക്കം കൂട്ടണമെന്ന്. അപ്പൊ 14 മണിക്കൂർ ഉറങ്ങി എന്താ ചെയ്യാൻ? അവർക്കൊക്കെ അല്ലേ ഇതൊക്കെ പറ്റുള്ളൂ എന്നുള്ളതാണ്. ആദ്യം അവർ 2 മണിക്കൂർ കൂടുതൽ ഉറങ്ങിയിട്ടില്ല. ഞാൻ പ്രത്യേകിച്ച് പാർട്ടിക്കാരനൊന്നും അല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. മനുഷ്യന്മാരുടെ ജീവിതം പറയുമ്പോൾ ഞാൻ അയാൾ ആ പാർട്ടിയായിട്ടാണെന്ന് വിചാരിക്കും. അങ്ങനെ ചിന്തിക്കണ്ട. കേരളക്കരയിലെ പോലീസിന്റെ ലാത്തിക്കെങ്ങാനും ഗർഭം ധരിപ്പിക്കാനുള്ള ശക്തിയുണ്ടായിരുന്നെങ്കിൽ ഈ ഗൗരി ഒരുപാട് പെൺകുഞ്ഞുങ്ങളെ, ആൺകുഞ്ഞുങ്ങളെ ലാത്തിയിലൂടെ പ്രസവിക്കുമായിരുന്നു എന്ന് പറഞ്ഞ പെൺകുട്ടി കൂടിയാണ്, ഒരു സ്ത്രീ കൂടിയാണ് അവര്. അത്ര ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എന്നിട്ടും ചിട്ടയായ ജീവിതത്തിലേക്ക് പോയി. കുടുംബ ജീവിതം എന്ന് പറയുമ്പോൾ ആദ്യം അവര് ചിട്ടപ്പെടുത്തലാണ്. ഞാൻ പറയുന്നത്, അവർ ആരോഗ്യപരമായി ചിട്ടപ്പെടുത്തിയപ്പോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രത്യേകമായൊരു ചിട്ട വേണം. നമ്മളെ വീട്ടിലേക്ക് നമ്മൾ നോക്കിയിട്ടുണ്ടാവും. ഞാൻ നിങ്ങൾ ഉപദേശിക്കല്ലോ കേട്ടോ, ഞാൻ എൻ്റെ വീടിനെയും കൂടി കണ്ടിട്ട് നിങ്ങളോട് പറയാം. നമ്മുടെ കുട്ടികൾ സ്കൂളുള്ള ദിവസം ഉണരുന്നത് വേറൊരു സമയം, ഇന്നത്തെ ദിവസം ഉണരുന്നത് വേറൊരു സമയം. രാവിലെ 10 മണി എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് 5 മണിയാണ് ഇവർക്ക്. 10 മണി വരെ കിടന്നുറങ്ങുന്ന പെൺകുട്ടികൾ. അതിലെന്തൊക്കെ അലൈൻമെന്റ് തെറ്റിപ്പോകുന്നത് എന്ന് നമ്മൾ അറിയുന്നുണ്ടോ? രാത്രി 2 മണി വരെ 3 മണി വരെയൊക്കെ കുട്ടികൾ ഓൺലൈനിൽ. ഞാനൊക്കെ ചിലപ്പോഴൊക്കെ മക്കൾ ഓൺലൈനിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കുന്ന പരിപാടി അവരെ വാട്സപ്പൊക്കെ ഇതിക്കൊക്കെ ഒന്ന് കയറി വെക്കലാണ്. ആ സമയത്ത് അവർ ലൈവാണോ എന്ന് അറിയാൻ. നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വൈകി വരുമ്പോ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ഒരു റുട്ടീനാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് റുട്ടീൻ. ഇന്ന് ഇവിടെ ഈ കൂട്ടത്തിൽ എത്ര പേരുണ്ട് എന്ന് സ്വന്തം നെഞ്ചിനോട് ചോദിക്കുക. രാവിലെ അരമണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്തിട്ട്, ഒരു സ്ട്രെച്ചിങ് എങ്കിലും ചെയ്തിട്ട് നിങ്ങൾ എത്ര പേര് എത്തി എന്നുള്ളത് നിങ്ങളോടൊന്ന് ചോദിക്കുക സ്വയം. അപ്പൊ ചിലപ്പോഴൊക്കെ ഞാൻ നാളെ കുറെ ഉസ്താദുമാർക്ക്, കേരളത്തിലെ ഒരുപാട് മദ്രസകളുടെ കൂട്ടായ്മയായ ഒന്നിനെ എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, സഹാബാക്കൾ ഇതിനൊക്കെ റിസർച്ച് ഉണ്ട്. ഒരു വാഫിദിന്റെ പേരിൽ റിസർച്ച് ചെയ്തിട്ടുണ്ട്. സഹാബാക്കൾ ഒട്ടുമിക്ക ആൾക്കാർ അഭ്യാസികളായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ നടന്നിരുന്നല്ലോ, നമുക്ക് ഉറപ്പല്ലേ. ഈ വാൾപ്പയറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പഠിക്കാതെ നടത്താൻ പറ്റുന്ന പരിപാടിയൊന്നുമല്ല. അന്ന് എല്ലാ രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പര യുദ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അപ്പൊ അവരൊക്കെ ഇത് കൃത്യമായിട്ട് ചെയ്തിരുന്നവരാണ്, അവരവരുടേതായ രീതിയിൽ എക്സസൈസ് ചെയ്തിരുന്നവരാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും എന്ത്, നമ്മളിപ്പോ ഈ സ്ട്രെസ്സോട് കൂടിയിട്ട് നടക്കാൻ പോയാൽ പോലും, ഞാൻ പറയുന്നത് റുട്ടീന്റെ ഭാഗമാണ്, സ്ട്രെസ്സോട് കൂടിയിട്ട് നടക്കാൻ പോയാൽ പോലും ചിലപ്പോൾ ആ നടത്തത്തിൽ നമ്മൾ കുഴഞ്ഞുകൊണ്ട് മരിക്കും. കാരണം എക്സസൈസ് ചെയ്യേണ്ടത് സ്ട്രെസ്സോട് കൂടിയിട്ടല്ല. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അതായത് നമുക്കിങ്ങനെ ഒരു പ്രയാസത്തോട് കൂടിയിട്ട് എക്സസൈസിൽ ഇടപെടുക, അത് നല്ലതല്ല എന്നാണ്. നമ്മൾ സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ. അപ്പൊ ഇങ്ങനെ ആരോഗ്യപരമായ ഒരു റുട്ടീൻ നമുക്ക് വേണം. പിന്നെ നമ്മുടെ കുടുംബത്തിലെ ആത്മീയപരമായ ഒരു റുട്ടീൻ നമുക്ക് വേണം. ഇന്നലെ എൻ്റെ വൈഫ്, ഞാനങ്ങനെ പറയുമ്പോൾ ഒന്ന് വിചാരിക്കരുത്, എൻ്റെ ഹാദി എന്ന് പറഞ്ഞ മോനോട് ഗീതാവാക്ക ഓതിയ, ഇതാവക്കത്തുൽ വാക്യ ഓതിയ, പിന്നെ റഹ്മാൻ ഓതിയ, യാസീൻ ഓതിയ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. ഞാൻ പറഞ്ഞു എല്ലാം കൂടി ഒന്ന് ഓതണം. പക്ഷേ ഞങ്ങൾ അമ്മമാർ ഇതൊക്കെ പോകാതെ ഓതിപ്പിച്ചിരുന്നു. അങ്ങനെ നമ്മൾ ഓത്തൊക്കെ കുറച്ച് കുറഞ്ഞു പോയത്. എല്ലാം കൂടി നമ്മൾ ഓതിപ്പിക്കാൻ നിൽക്കരുത്. ഞാൻ പറഞ്ഞു സൂറത്ത് യാസീൻ ഒരു ദിവസം ഓതുകയാണെങ്കിൽ സൂറത്ത് യാസീനും മുൽക്കും മാത്രം, ഇതാവക്കാത്തി റഹ്മാൻ ഓതുകയാണെങ്കിൽ അത് മാത്രം. അല്ലാതെ എല്ലാം കൂടി വേണം നമ്മൾ എന്താക്കരുത്, ശട്യം പിടിക്കുക. കുട്ടികൾക്ക് കുറച്ച് ആയാസം കൊടുക്കണം. കാരണം ഇന്നത്തെ കുട്ടികളാണ്, അവർ കുറച്ചെങ്കിലും ഓതുന്നത് വലിയൊരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഒരു ഖുർആന്റെ പാരായണമുണ്ട് എന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉറപ്പുവരുത്തണം. കാരണം അത് കുട്ടികളിൽ ഒരു റുട്ടീനായി വരണം. റുട്ടീനുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. റുട്ടീൻ അല്ല എങ്കിൽ എന്താവും, ഇങ്ങനെ തോന്നിയ പോലെ ഇങ്ങനെ നടക്കും. ചില സമയത്ത് അതുണ്ടാവും, ചില സമയത്ത് ഇതുണ്ടാവില്ല. എപ്പോഴും വീട്ടിലുണ്ടാകേണ്ടത് റുട്ടീനാണ്. ആ റുട്ടീന്റെ ഭാഗമാണ് എപ്പോൾ നമ്മൾ നാസ്ത കഴിക്കണമെന്നത്. ആ റുട്ടീന്റെ ഭാഗമാണ് ആഴ്ചയിൽ എത്ര പ്രാവശ്യം ഇറച്ചി കഴിക്കണമെന്നത്. ഞാനിങ്ങനെ പറയുമ്പോൾ ആർക്കും ദേഷ്യം തോന്നുന്നത്, നമ്മൾ കാലറി എണ്ണിയിട്ടല്ല, നമ്മൾ പ്രത്യേകിച്ച് നോക്കിയിട്ടൊന്നുമല്ല ഭക്ഷണം കഴിക്കുക. നമ്മൾ ടേസ്റ്റി ഫുഡിന്റെ ആൾക്കാരാണ്, ഹെൽത്തി ഫുഡിന്റെ ആളുകളല്ല. ടേസ്റ്റി ഫുഡ് വേറെയാണ്, ഹെൽത്തി ഫുഡ് വേറെയാണ്. ടേസ്റ്റ് ആക്കിക്കോളൂ, അതിന്റെ കൂട്ടത്തിൽ ഹെൽത്ത് എന്ന് പറയുന്ന ആരോഗ്യമുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഹസൈനാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം UK-യിലെ ക്രിയേറ്റീവ് ഷെഫാണ്. ഒരുപാട് ലക്ഷങ്ങൾ സാലറിയാണ്. ക്രിയേറ്റീവ് ഷെഫ് എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുക രസകരമായി. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പെഡഗോഗി, എന്താണ്, നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യല്, നമുക്കിതൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞത് ഏത് ഫുഡ് ഉണ്ടാക്കാം, പക്ഷെ ഹെൽത്തി കോമ്പിനേഷൻ ആണെന്ന് ഉറപ്പുവരുത്തണം എന്നാണ്. അത് അവിടുത്തെ ഒരു മെനു ആണ്. അവിടുത്തെ മെനുവിൽ പെട്ടതാണ് ഹെൽത്തി കോമ്പിനേഷൻ. അപ്പൊ ചിലപ്പോൾ ഇറച്ചി മീനും കൂടി പറ്റാത്തതുണ്ടാകും, ചിലപ്പോൾ തൈരും മീനും കൂടി പറ്റാത്തതുണ്ടാവും. ഒരു ഉദാഹരണം പറയാണ്, അങ്ങനെ തന്നെ ആണോ എന്ന് ഉറപ്പിച്ച് പറയല്ല. ഇങ്ങനെ ചിലപ്പോൾ വെജിറ്റബിളിന്റെ കൂട്ടത്തിൽ ചേർക്കാൻ പറ്റാത്തതുണ്ടാവും. നമ്മളൊരു മുട്ടമാല ഉണ്ടാക്കുകയാണെങ്കിൽ 10 മുട്ടയുടെ ഒരു മുട്ടമാല ഉണ്ടാക്കുക, എന്നിട്ട് ആ മുട്ടമാല ഒരാളെ കൊണ്ട് കേൾപ്പിക്കുകയും ചെയ്യും. 10 കോഴിമുട്ട എന്ന് പറഞ്ഞാൽ എത്ര കാലറിയായി. ടേസ്റ്റ് ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്, അല്ലാതെ ഹെൽത്ത് ഉണ്ടാക്കാനല്ല. അപ്പൊ നമ്മളെ റുട്ടീന്റെ ഭാഗമാണ് ഹെൽത്തും കൂടി കെയർ ചെയ്യുക എന്ന്. ഇതൊക്കെ ആയിട്ടും അള്ളാന്റെ തീരുമാനം എന്തത്, അള്ളാഹു നടപ്പിലാക്കട്ടെ, അത് നമുക്ക് അവന് വിട്ടുകൊടുക്കാം. ഇതെല്ലാം ശ്രദ്ധിച്ചതിന്റെ പേരിൽ നമുക്കൊന്നും വരില്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. കാരണം ഇതുകൊണ്ടാണ് ഞാൻ നല്ല ഉഷാറായി ജീവിച്ചു പോകുന്നത് എന്ന്. കാരണം നമുക്കറിയാം, JDT അസ്സനാജി എപ്പോൾ സംസാരിക്കുമ്പോഴും റോഡ് നടന്ന് മുറിച്ച് കടക്കേണ്ടുന്നതിനെ കുറിച്ച് സംസാരിക്കുക. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ എടുത്തു നോക്കി. റോഡ് മുറിച്ച് കടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ശ്രദ്ധ, വലത്തോട്ട് നോക്കണം, അടുത്തോട്ട്. വിദ്യാർത്ഥികളോട് എപ്പോഴും അതാ പറയാം, JDT-യിലെ വിദ്യാർത്ഥികളോട് ഇനി പുറത്തു പോയി സംസാരിച്ചാലും. അദ്ദേഹം മരിച്ചത് റോഡ് മുറിച്ച് കടക്കുമ്പോൾ വാഹനം ഇടിച്ചിട്ടാണ്. അതുകൊണ്ട് വാഹനം നന്നായിട്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ എനിക്ക് മരണമില്ല എന്നുള്ള ഒരു ചിന്താഗതി നമുക്കുണ്ടാകരുത്. കാരണം ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, അത് അള്ളാന്റെ തീരുമാനമാണ്. ചില ഹാർട്ട് അറ്റാക്ക് പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സ് അറ്റാക്ക് വരുന്നത് ആ റൂമിൽ വെച്ചിട്ടാണ്. അപ്പൊ ഇതൊന്നും കഴിച്ചാൽ അല്ലെങ്കിൽ നോക്കിയാൽ നടക്കില്ല എന്ന് വിചാരിക്കരുത്. ഇപ്പൊ എന്റെ പ്രിയങ്കരനായ സുഹൃത്ത് ഡോക്ടർ ഇക്ബാൽ സാറ്, അദ്ദേഹം RCC-യിലെ ചീഫ് ഡോക്ടറായിരുന്നു. RCC റീജിയണൽ ക്യാൻസർ സെന്ററിലെ ഏറ്റവും ടോപ്പ് ഡോക്ടേഴ്സ്, ആ ഡോക്ടേഴ്സിന്റെ തലപ്പത്തിരിക്കുന്ന ആളായിരുന്നു. ഡയറക്ടർമാരുടെ കൂട്ടത്തിൽ 5 ഡയറക്ടേഴ്സിൽ ഒരാൾ. തലശ്ശേരിയിൽ ക്യാൻസർ സെന്റർ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തെയാണ് മെയിൻ ഡയറക്ടറായിട്ട് അങ്ങോട്ട് ഇട്ടത്. ഡോക്ടർ ഇക്ബാൽ സാർ എപ്പോഴും ഞങ്ങൾ ഒന്നിച്ച് യാത്രകൾ കാര്യങ്ങളൊക്കെ ഒരു ഹജ്ജിന്റെ വേളയിലേക്ക് ഒന്നിച്ചുണ്ടായതുകൊണ്ട് ആ ഒരു സമയത്ത് അദ്ദേഹം ഇങ്ങനെ നിർദ്ദേശിക്കും. പക്ഷേ അദ്ദേഹം ക്യാൻസർ വന്നിട്ടാണ് മരിച്ചത്. ഡോക്ടർ ഇക്ബാൽ സാറ് RCC-യിലെ ചീഫ് ക്യാൻസർ വന്നിട്ടാണ് മരിച്ചത്. അപ്പൊ അത് വരില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. പക്ഷേ ശ്രദ്ധകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതിലെ റൂട്ടീന്റെ ഏറ്റവും ആദ്യത്തെ റൂട്ടീൻ ഏതാണെന്നറിയോ? കുടുംബത്തിലെ ഏറ്റവും കൂടുതലായി നമ്മൾ പരിഗണിക്കേണ്ടുന്നത്, ഈ കാലഘട്ടത്തെ വായിച്ചുകൊണ്ട് പറഞ്ഞോട്ടെ, നമ്മുടെ വീട്ടിൽ നിന്ന് അറിയാതെ മെല്ലെ മെല്ലെ ദീന് പടിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദീന് അറിയാതെ പടിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് അറിയാത്തത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ വരില്ല, ഞാനൊരു വായന പരിപാടിക്ക് നിൽക്കുന്നില്ല.
പക്ഷെ നമ്മൾ ചിന്തിക്കണ്ടേ? ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പോകേണ്ട ഒരു ജീവിതത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണ്ടേ? അങ്ങനെയാണ് അഹമ്മദ് ദീദാത്തിനോട് ഒരു എത്തീസ്റ്റ് ചോദിക്കുന്നുണ്ട്. നമ്മൾ തീസ്റ്റാണ്, അവർ എത്തീസ്റ്റാണ്. തീസ്റ്റ് എന്ന് പറഞ്ഞാൽ വിശ്വാസി, എത്തീസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിശ്വാസി. അപ്പൊ ശരിക്കും നമ്മൾ തീസ്റ്റാണ്. അപ്പൊ ഒരു തീസ്റ്റിനോട് എത്തീസ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവം അവിടെ പോയാൽ ഇല്ലെങ്കിൽ എന്താകും? അവിടെ പോയാൽ അവിടെ ദൈവം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അഹമ്മദ് ദീദാത്ത് ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ, പോസിബിലിറ്റീസ് ആർ ദേർ. സാധ്യതയുണ്ടല്ലോ, ഏത് ലോജിക്കിലും ഒരു സാധ്യത ബാക്കി കിടപ്പുണ്ട്. ശാസ്ത്രശാഖ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടെത്തലാണ്, ഒന്നും പുതുതായി ഉണ്ടാക്കലല്ല. ശാസ്ത്രം കണ്ടെത്തി എന്നാ പറയാ. നിലവിലുള്ള സാധനത്തിനെ കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ എന്തു പറയുക, കണ്ടെത്തുക എന്ന് പറയുക, അല്ലാതെ പുതിയ ഒന്നും ഉണ്ടാക്കുന്നതല്ല. ഇപ്പൊ ഒരു പുതിയ ഗ്രഹം കണ്ടെത്തി, ആ ഗ്രഹം അതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്നു. പ്ലൂട്ടോയെ ഈ ഭ്രമണമണ്ഡലത്തിൽ നിന്ന് ശാസ്ത്രം ഒരിക്കൽ പുറത്താക്കിയിരുന്നു Y2K വന്നപ്പോ. കാരണം അവരുടെ പിന്നെ മൈക്രോസ്കോപ്പുകളും സ്റ്റെതസ്കോപ്പുകളും ഒക്കെ അവരുടെ പിന്നെ ടെലിസ്കോപ്പുകളൊക്കെ വളരെ വികസിതമായപ്പോ അവര് കണ്ടത് പ്ലൂട്ടോ ഈ ഭ്രമണമണ്ഡലത്തിലല്ല എന്നതാണ്. അപ്പൊ അവര് മെല്ലെ പുറത്താക്കി, പ്ലൂട്ടോയെ ഞങ്ങൾ പുറത്താക്കിയത്. പ്ലൂട്ടോ അതിന് മുമ്പേ അങ്ങനെ തന്നെ പോണത്, ഇപ്പോഴും അങ്ങനെ തന്നെ പോണത്, ഇനി കാലം കഴിഞ്ഞാലും അങ്ങനെ തന്നെ പോവാ. എല്ലാം അതിന്റെ ഭ്രമണമണ്ഡലത്തിലൂടെ സഞ്ചരിക്കുന്നു, സൂര്യനും ചന്ദ്രാദികളും നക്ഷത്രങ്ങളും എന്ന് സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് അതിനെ കണ്ടെത്തുന്നു ശാസ്ത്രം. എപ്പോഴും പെർഫെക്ഷൻ ആകുന്നില്ല, പിന്നെയും കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. കണ്ടെത്തി അവസാനം ഇതെല്ലാം അവസാനിക്കുന്നത് കണ്ടെത്തട്ടെ. നമ്മൾ ശാസ്ത്രത്തിനെതിരൊന്നുമല്ല, പക്ഷെ അത് കണ്ടെത്തലാണ്. പുതിയ ഒന്നിനെ ഉണ്ടാക്കലല്ല, പുതിയ ഒന്ന് ഉണ്ടാകുന്നുമില്ല, പക്ഷെ കണ്ടെത്തുകയാണ്. അങ്ങനെ ഓരോ കണ്ടെത്തലുകളും നടക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ വിശ്വാസങ്ങൾ കൂടിയേ വരണം. ആ വിശ്വാസം ഇന്ന് മെല്ലെ മെല്ലെ പടിയിറങ്ങാൻ. ഇന്ന് അറിവുള്ളവർ കൂടുതലാണ്, പക്ഷേ അദബുള്ളവർ കുറവാണ്. അദബ് എന്ന് പറഞ്ഞാൽ മര്യാദയാണ്. സംസാരിക്കുമ്പോൾ മര്യാദ. രണ്ട് സംഘടനക്കാരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പുലമ്പി വർത്തമാനം പറയാം. ഇന്നലെ വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ ഇന്ന് വളരെ വളരെ മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക അവരുടെ സംഘടനയിൽ നിന്ന് പോയപ്പോഴേക്ക്. അത് അറിവില്ലായ്മയല്ല, അത് സത്യത്തിൽ അദബില്ലായ്മയാണ്. ഞാൻ വിവാദം പറയില്ല കേട്ടോ. നമുക്ക് വേണ്ടത് മര്യാദയാണ്. അഥവാ നമ്മുടെ പാർട്ടിയിൽ നിന്ന്, ഇപ്പൊ മുസ്ലിം ലീഗ്, എന്റെ പാർട്ടി അങ്ങനെ ചുറ്റൊന്നുമില്ല കേട്ടോ, എന്നോട് ചാരി നിൽക്കുന്നേ ഉള്ളൂ. മുസ്ലിം ലീഗിൽ നിന്ന് ഒരാൾ മാർക്സിസ്റ്റിലേക്ക് പോയി, ഉദാഹരണത്തിന്, അവിടെയും നമ്മൾ മര്യാദ കാണിക്കണം. നിങ്ങള് ബഷീർക്ക നിങ്ങളുടെ ബന്ധുവാണല്ലോ കെട്ടുപാടിലൂടെ, അതുകൊണ്ട് ഞാൻ മൂപ്പരെ പറ്റി ഒരു വർത്തമാനം പറഞ്ഞോട്ടെ. അഫറോട് ഇരിക്കുന്നുണ്ടല്ലോ മുന്നിൽ തന്നെ. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു മര്യാദ ഞാൻ കണ്ടത്, എൻ്റെ ഒരു ഗുരുതുല്യനായ ഒരു മനുഷ്യനാണ്. എൻ്റെ ഉപ്പയേക്കാൾ വയസ്സുണ്ട്, എൻ്റെ പിതാവിനേക്കാൾ വയസ്സുണ്ട് അദ്ദേഹത്തിന്. എൻ്റെ പിതാവ് ഒരു ഏകദേശം ഇന്നിപ്പോ 40 ദിവസമാകാൻ പോകുന്നു. ഇതിപ്പോ 40 ദിവസമായി ഇന്നിപ്പോ. അള്ളാഹു അദ്ദേഹത്തിന്റെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹത്തിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ളത് ആരെ പറ്റിയിട്ടും അദ്ദേഹം ഐഡിയോളജിക്കലി പറയും. വ്യക്തിപരമായി ഇന്ന് വരെ പറയുന്ന ഞാൻ കണ്ടിട്ടില്ല. വ്യക്തിപരമായി ഇന്ന് വരെ ഒരു രാഷ്ട്രീയ എതിരാളിയെ പുലമ്പി സംസാരിക്കുന്ന ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറയണം. കാരണം അതൊരു അദബാണ്, അതൊരു മര്യാദയാണ്. രാഷ്ട്രീയത്തിൽ നമുക്ക് ചേരി അപ്പുറത്താണ്, അല്ലെങ്കിൽ മതപരമായ സംഘടനാ സങ്കുചിതത്തിൽ നമ്മൾ അപ്പുറത്താണ്. അതൊന്നും നമ്മൾ നോക്കരുത്. മനുഷ്യരാശിയോട് സംസാരിക്കുമ്പോൾ അദബിലെ നമ്മൾ സംസാരിക്കാവൂ, മാന്യതയിലെ നമ്മൾ സംസാരിക്കാവൂ. ആ ഒരു മാന്യതയുടെ ഭാഗമായി പറഞ്ഞോട്ടെ, നമ്മുടെ ഉള്ളിൽ നിന്നും മെല്ലെ ദീന് പോയിക്കൊണ്ടിരിക്കാൻ നമ്മൾ ഏതോ ഒരു ജൈത്രയാത്രയിലാണ്. അതുകൊണ്ട് തിരിച്ചു പിടിക്കണം നമ്മൾ അതിനെ. അറിയാതെ സലാം വീട്ടിക്കുക. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുമ്പോൾ നിങ്ങൾക്കൊരു സമാധാനം വരുന്നുവെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുക, നിങ്ങളുടെ ഈമാനിൽ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി ഫിലോസഫി പറയാണ്. കാരണം നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹാനായിട്ടുള്ളൊരു മുനാജാത്താണല്ലോ, ഒരു മുലാഖാത്താണ്, അള്ളാഹുവിനായിട്ടുള്ളൊരു ബന്ധമാണ്. അപ്പോഴാണ് നമ്മൾ കൂടുതൽ സന്തോഷിക്കേണ്ടത്. സലാം വീട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ന് പിരിഞ്ഞു. അപ്പൊ ഒരു മുസൽമാന് വേണ്ടത് എന്താ? സത്യത്തിൽ ചെറിയ സങ്കട വേണ്ടത്. കാരണം ഇന്ന് പിരിഞ്ഞല്ലോ എന്നുള്ള സങ്കടം. നമ്മളിൽ കൂടുതൽ ആൾക്കാർക്കും എന്തായിരിക്കും? സലാന്റെ വീട്ടിൽ കഴിഞ്ഞാൽ ഉഷാറായിട്ടൊരു ആനന്ദം വരാനാണ്. അപ്പൊ നിസ്കാരം എന്തോ ഒരു ഭാരം പോലെ നമ്മൾക്ക് തോന്നുന്നു. ചില ആൾക്കാര് സുബഹിന്റെ ഒതുവായിട്ടായിരിക്കും ഏശ നിസ്കരിക്കാം. കാരണം ഒതുകൊടുക്കാൻ ഭയങ്കര മടിയാണ്. ചിലപ്പോഴൊക്കെ പൈപ്പിന്റെ അവിടെ ഇങ്ങനെ പോയിട്ട് കാല് നനക്കുമ്പോൾ അങ്ങനെ തോന്നി, കാലുകൾ ഒതുന്നാണ്ട് ഒഴിവായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു.
നിങ്ങൾക്കുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഉള്ളിലെ പ്രശ്നങ്ങളാണ്. കാരണം ജീവിതത്തിൽ ആത്മീയത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മാവും ശരീരവും തമ്മിലുള്ള എപ്പോഴുമുള്ള സംഘടനത്തിൽ ആത്മാവ് ജയിച്ചേയിരിക്കുക എന്നതാണ്. ആത്മാവ് ജയിച്ചേയിരിക്കണം എപ്പോഴും. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ രാത്രി 4 മണിക്ക് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുക എന്നത് ശരീരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ്. കാരണം ഇപ്പൊ 4:40, 4:42, 45 ഉള്ളിലൊക്കെ ബാങ്കാണ്. അപ്പൊ അതിന് അരമണിക്കൂർ മുമ്പേ എഴുന്നേറ്റിട്ട് സുജൂദിൽ കിടന്നിട്ട് പൊട്ടിക്കരയുക എന്നത് ശരീരത്തിന് തീരെ ഇഷ്ടമല്ല. നന്നായിട്ട് ഉറങ്ങുന്ന സമയത്ത് എഴുന്നേൽക്കണം. പക്ഷെ ആത്മാവിന് അതീവമായ സൗന്ദര്യമാണ്, ആത്മാവിന് അങ്ങേയറ്റത്തെ ഇഷ്ടമാണ്. അപ്പൊ ഈ ആത്മാവും ശരീരവും തമ്മിലുള്ള വല്ലാത്തൊരു സംഘടനത്തിന്റെ പേരാണ്. അപ്പൊ ഞാൻ ചുരുക്കി പറഞ്ഞാൽ ആത്മീയപരമായ പുരോഗതിയിലേക്ക് നമ്മൾ വല്ലാണ്ട് ഇറങ്ങിച്ചെല്ലണമെന്ന്, അഥവാ ഇസ്ലാമികപരമാകണം. ഞാൻ ഉദ്ദേശിക്കുന്ന ഇങ്ങനെ ഒരു സന്യാസിയെ പോലെ നടക്കണമെന്നല്ല. ദീനിലൊരിക്കലും സന്യാസമില്ല. പച്ച മനുഷ്യനായി നമ്മൾ നടന്നാൽ മതി. എല്ലാവരോടും നല്ല സമ്പർക്കം, നല്ല രീതിയിലുള്ള പെരുമാറ്റം, ആരെയും അങ്ങനെ കുറ്റപ്പെടുത്താതിരിക്കുക. അവരെ കുറിച്ചിട്ടൊക്കെ അള്ളാഹു എന്താ തീരുമാനിച്ചത് നമുക്കറിഞ്ഞുകൂടാ. അത് അള്ളാഹുവിന്റെ മാത്രം തീരുമാനമാണ്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബത്തെ കൊണ്ടുപോകലാണ്. ഇതിന്റെ അർത്ഥം എന്താ? നമ്മളെ കുട്ടികൾ എവിടെ പോയി പഠിച്ചോട്ടെ, ഇന്റർനാഷണൽ ലോകത്തിൽ ഏറ്റവും വലിയ ക്യാമ്പസിലായി ആകട്ടെ, പക്ഷെ അവിടെ നിന്നും അപ്പുറത്തുള്ള പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുന്ന ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റായി നമ്മുടെ കുട്ടികൾ മാറണമെന്നതാണ്. അങ്ങനെ ആയി മാറുന്നൊരവസ്ഥ നമ്മൾ കൊണ്ടുവരിക എന്നതാണ്. അങ്ങകലെ നിന്ന് 11 മണിക്കൂർ യാത്രയുള്ള ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവൻ വിളിക്കുമ്പോ, പാവം എന്റെ ഉമ്മയുണ്ട് ഇപ്പുറത്ത് കേരളക്കരയിൽ മലപ്പുറം ജില്ലയിലെ ഇന്ന സ്ഥലത്ത് എന്ന്, അല്ലെങ്കിൽ കോഴിക്കോട് ജില്ല വയനാട് ജില്ലയിലെ ഇന്ന സ്ഥലത്ത് എന്ന് ചിന്തിച്ച് ആ ഉമ്മയോട് എന്നും ഫോൺ വിളിക്കാനുള്ള ഒരു ആത്മീയത ഉണ്ടല്ലോ, അതൊക്കെ ആത്മീയപരമായ ഭാവമാണ്. എന്റെ ഉമ്മയോട് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഇരുന്നുകൂടാ എന്ന്. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും അവന്റെ മനസ്സിൽ നിന്ന് അള്ളാഹുവോടുള്ള ബന്ധം പോലെ മനുഷ്യരോടുള്ള ബന്ധവും കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള സുന്ദരമായ യാത്രകളാണ്. ആ യാത്ര നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ അതിനെ ഇമ്പോസ് ചെയ്ത് കൊടുക്കരുത്. ദയവ് ചെയ്തിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരു സ്ത്രീകളും കുട്ടികളെ രാവിലെ തന്നെ പോയിട്ട് എണീക്കട അവിടുന്ന് നിസ്കരിക്കണ്ടേ എന്നൊന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ കുട്ടികൾക്ക് ഉള്ള നിസ്കാരത്തിലും ദേഷ്യം തോന്നും. അങ്ങനെയല്ല അത് ചെയ്യേണ്ടത് എന്താണ്? ഉമ്മ നേരെ പോയിട്ട് ആ ബെഡിലങ്ങോട്ട് കിടക്കുക, എന്നിട്ട് മെല്ലെ അവനൊന്ന് ആലിംഗനം ചെയ്യുക, ചെറിയ മക്കളാണെങ്കിൽ. എന്നിട്ടൊരു മുത്തൊക്കെ കൊടുത്തിട്ട് മോനെ എണീക്കണ്ടേ എന്ന് എണീക്കണ്ടേ എന്ന് ചോദിച്ചാൽ മതി. നിസ്കരിക്കാണ്ട് മദ്രസ പോവാണ്ട് സ്കൂളിൽ പോവാണ്ടെന്നുള്ള വാക്കേ പറയരുത്. അത് പറഞ്ഞാൽ പിന്നെ ഇടങ്ങറാണ്. കാരണം പിന്നെ അവനെ സ്കൂൾ ഇങ്ങനെ വെറുത്തു തുടങ്ങും. ഇപ്പൊ നമ്മള് നല്ല ക്ഷീണിച്ചിട്ട് ഉച്ചക്കൊന്ന് കിടന്നുറങ്ങാന്ന് വിചാരിക്കും. ആ സമയത്ത് നമ്മൾ ഏറ്റവും അടുത്ത കുടുംബക്കാർ വന്നാലും ഇവർക്ക് എപ്പോഴാ വരാൻ കണ്ട നേരം എന്ന് നമ്മൾ വിചാരിക്കൂലേ? നിങ്ങൾക്ക് വിചാരം ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം അത്ര ക്ഷീണിച്ച് കിടക്കുമ്പോൾ എല്ലാവർക്കും തോന്നുന്നൊരു തോന്നലാണ്. ഇതേപോലെ ഈ കുട്ടികൾക്കും തോന്നും. അതുകൊണ്ട് കുട്ടികളോട് നല്ല സ്നേഹത്തോടെ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ആ ഒരു രീതിയിൽ റുട്ടീന്റെ ഭാഗമായി അതിരാവിലെ നമ്മൾ കുട്ടികളെ ഉണർത്തുന്നു, കുട്ടികളെ സ്നേഹത്തോട് കൂടിയിട്ട് കാര്യങ്ങളിലേക്ക് നയിക്കുന്നു, എപ്പോഴും കൂട്ടുകാരെ പോലെ നിന്നു കൊടുക്കുന്നു. ഞാൻ പറയുന്നു, ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളാണ് ഏറ്റവും പ്രധാനമായി 75% നമ്മുടെ മക്കളെ വളർത്തേണ്ടവർ. കാരണം ഉമ്മമാരെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിഴച്ചു പോയാൽ, ചെറുതായെന്ന് പിഴച്ചു പോയാൽ മക്കൾ മുഴുവൻ അതിന്റെ പിന്നാലെയായിരിക്കും. ഞാൻ ആണുങ്ങളെ സപ്പോർട്ട് ചെയ്ത് പറയല്ല. നൂഹ് നബിയുടെ മകനും ലൂത്ത് നബിയുടെ മകനുമൊക്കെ, ലൂത്ത് നബിയുടെ ഭാര്യയും അതേപോലെ തന്നെ നൂഹ് നബിയുടെ ഭാര്യയും നൂഹ് നബിയുടെ മകനും ഒക്കെ നരകത്തിന് അവകാശികളാണ്. എന്താ കാരണം? അവരെ വളർത്തിയത് നൂഹ് നബിയുടെ മകനെ വളർത്തിയത് നൂഹ് നബിയല്ല. അദ്ദേഹം ഉത്തരവാദിത്തത്തിന്റെ പേരിൽ എപ്പോഴെങ്കിലും മകനുമായിട്ടുള്ള സമ്പർക്കങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും കൂടുതലും പിന്നാലെ കൂടിയിട്ട് അവനെ വഴിപിഴപ്പിക്കാനുള്ള കാരണക്കാരി സ്വന്തം മാതാവാണ്. വിശുദ്ധ ഖുർആന്റെ തഫ്സീർ എടുത്ത് നോക്കി. അതുകൊണ്ട് വാപ്പമാരും നബിമാരായാലും, അതിൽ തന്നെ ഏറ്റവും വലിയ റസൂലുമാരായാലും, അതിൽ തന്നെ ഉലുൽ അസ്മിൽപ്പെട്ട ആളാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. ദറജ 3 എണ്ണമാണ്. നബിയാണ്, റസൂലാണ്, 5 ആളുകൾ ഉലുൽ അസ്മ്. ഉലുൽ അസ്മ് എന്ന് പറഞ്ഞാൽ 5 പ്രധാനപ്പെട്ട പ്രവാചകർ. അതിലെ ആദ്യത്തെ പേരാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. അത് കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹി ക്രോണോളജിക്കലി. എന്നിട്ടും മകൻ സാവി ഞാൻ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോളാം എന്നാ പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഇവിടെ ഇരിക്കുന്ന ആളുകളോട്, നമ്മുടെ തലമുറകൾക്ക് ദീനുണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണണം. അതവർ എവിടെയായിരുന്നാൽ. നമ്മളെ മകൻ മെഡിക്കൽ കോളേജിലെ ചീഫ് സർജനായി മാറിയാലും ആ സർജറി ചെയ്യുന്നതിന് മുമ്പേ അള്ളാഹുവിനോട് അവന്റെ മനസ്സൊന്ന് കൊടുക്കിയിട്ട് ഒന്ന് ഇതാക്കിയിട്ട് എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് ഓപ്പറേഷൻ തുടങ്ങുന്ന മോനായി
നമ്മുടെ കുട്ടികൾ മാറട്ടെ. ആർക്കും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാമല്ലോ. ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ഇപ്പുറത്ത് ശിവരാമേട്ടനാ നിൽക്കുന്നത്. ആ ആളുടെ തോളത്ത് ചാരിയിട്ട് ഇങ്ങനെ, സാരലേട്ട ശിവരാമേട്ട, നമുക്കൊക്കെ ശരിയാക്കാം, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സൗഹൃദത്തിന്റെ ഭാഷയും പറഞ്ഞ് അങ്ങോട്ട് കയറിയിട്ട് ശ്യാം എന്ന് പറയുന്ന ഈ ശിവരാമേട്ടന്റെ മകനെ ചികിത്സിക്കുമ്പോഴും ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഓപ്പറേഷൻ തുടങ്ങുന്ന ചീഫ് ഡോക്ടറായി നമ്മുടെ മക്കൾ മാറട്ടെ. അങ്ങനെ പ്രൊഫഷണലി ഏറ്റവും ടോപ്പിലാകുമ്പോഴും അള്ളാഹുവോടുള്ള ബന്ധം വിച്ഛേദിക്കാത്ത മക്കളായി, തലമുറകളായി നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കുക എന്നത് കുടുംബ സംഗമത്തിലെ ആദ്യത്തെ ചർച്ചയാണ്. നിങ്ങൾ കുടുംബ സംഗമത്തിൽ വന്നിട്ട് ഇതൊക്കെ പറയണോ എന്ന് നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നുവെങ്കിലും കാലഘട്ടത്തെ വായിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നത് മെല്ലെ ഇതൊക്കെയാണ് കാരണം. വീട്ടിൽ ഉമ്മ എന്ന് നിസ്കരിച്ചിട്ട് തഹജ്ജുദ് നിസ്കരിച്ച് കരയുന്നു, നേരെ 18 വയസ്സുള്ള മോന് മാളികപ്പുറത്തെ റൂമിൽ കിടന്ന് കിടന്നുറങ്ങുന്ന സുബഹി പോലെ നിസ്കരിക്കാതെ. ഇങ്ങനെയുള്ളൊരു അവസ്ഥയാണ് പൊതുവെ വീട്ടിൽ നമ്മൾ കാണുന്നത്. ഉമ്മ നിസ്കാരക്കൊപ്പായ അയക്കാറില്ല, പക്ഷേ മോളാകട്ടെ നിസ്കാരക്കൊപ്പായിട്ട് ഇടാറില്ല. നിസ്കാരക്കൊപ്പായം തന്നെ ഇടണോട്ടുണ്ട്, അതൊക്കെ വേറെ കാര്യങ്ങളാണ്. ഞാനൊരു പ്രാസൊപ്പിച്ച് പറഞ്ഞതെന്ന് മാത്രം. അതുകൊണ്ട് നമ്മുടെ മക്കളെ അങ്ങനെ വളർത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടാകും. രണ്ടാമത്തത്, സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയാം, രണ്ടാമത്തത് നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും നമ്മൾ ഇമാമായി നിൽക്കലാണ്. അഥവാ ഈ ഒരു ആത്മീയത ഉണ്ടാകുമ്പോഴേ ഇമാമായി നിൽക്കുക. ഇമാമാകുക എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ ഇമാമാവുക എന്നല്ല. നിസ്കാരത്തിൽ ഇമാമാവുക 10 മിനിറ്റ് പണിയാണ്. പക്ഷെ ജീവിതത്തിൽ ഇമാമാണെങ്കിൽ കുറച്ച് പണികളുണ്ട്. റബ്ബന ഹബലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്നാണ് നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളത്. മക്കൾക്ക് ഇമാമായി നിന്ന് കൊടുക്കുക. അതെന്താ? നിസ്കാരത്തിന്റെ ഇമാമത്തല്ല, വാപ്പയോട് ഉമ്മയോട് അത്ര ആദരമുള്ള മക്കളായി, അത്ര സ്നേഹനിധിയായ മക്കളായി. അതിന് വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ വീട്ടിൽ ചെയ്യുക. വീട്ടിൽ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ കുറേ ഉമ്മാമ്മമാർ വന്നിട്ടുണ്ടാവും ഒന്ന് ആദരിക്കാൻ വേണ്ടി. ഇവരാദരം കഴിഞ്ഞിട്ട് പെരയിലെത്തുമ്പോൾ മരുവോള് പഴയ മാതിരി തന്നെ. പിന്നെ എന്ത് കുടുംബ സംഗമം, എന്ത് മടത്തിപ്പാറ.